നിങ്ങൾ ലീഗിനെ രാഷ്ട്രീയമായി വിമർശിച്ചോളൂ, എതിർത്തോളൂ. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങളെയും നിങ്ങൾക്ക് എതിർക്കാലോ. ആരാ പറഞ്ഞത് തങ്ങൾ വിമർശനത്തിന് അതീതനാണെന്ന്? ആരാ പറഞ്ഞത്? ലീഗിന്റെ നേതാവിനെ നിങ്ങൾക്ക് വിമർശിച്ചുകൂടെന്ന് ആരാ പറഞ്ഞത്? പക്ഷെ പറയുമ്പോൾ അതിന്റെ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയണ്ടേ? ഇവിടെ ഏത് തരത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ പെരുമാറിയത്? ഞങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഐഡിയോളജിക്കലായി നടത്തിയ ഏതെങ്കിലും ഒരു ഡിബേറ്റ് സഖാവ് പിണറായി വിജയൻ ഈ അധികാര കൊതികടയും കളവിനുമിടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഐഡിയോളജിക്കലി ഡിബേറ്റ് നടത്തുന്നവരല്ലേ? ഒരു കാര്യവുമില്ലാതെ ആ മനുഷ്യനെ ഇന്നലെ രാത്രിയിൽ അങ്ങ് പോയി അവിടെ മുനമ്പത്ത് പോയി ആ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ മിനിഞ്ഞാന്ന് ആക്ഷേപിക്കുമ്പോൾ അതിന്റെ സാങ്കത്യം എന്താണ്? സാങ്കത്യം എന്താ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് പിണറായി വിജയനും അറിയാലോ. നിങ്ങളാണ് അവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നത് എന്ന് ഞങ്ങൾക്കും അറിയാലോ. നിങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ മുഴുവൻ എനിക്കും അറിയാലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് വലിയ ഗീർവാണം പറഞ്ഞ് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് സാദിഖ് അലി തങ്ങളെ പഴി പറയാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, സ്കൂൾ കച്ചവടമൊക്കെ നടത്തുന്ന ചില ആൾക്കാര്, അവരുടെ ഫോൺ കോൾ പരിശോധിച്ചാൽ ഒരു ദിവസം 10ഉം 15ഉം തവണ ഇളമരം കരീമിനെയും ടി മോഹനെയും ഒക്കെ വിളിക്കുന്ന കോൾ ലിസ്റ്റ് ഉണ്ടല്ലോ. ഫിഖിന്റെ മസാല അറിയാൻ വേണ്ടി വിളിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് അറിയാലോ. അത് ഫിഖിന്റെ മസാല കിട്ടാറെന്നല്ലോ. അവരൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ ജമാഅത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. അതും തങ്ങളെ. അതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. അത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. അത് പറയാൻ അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത്.